പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൻ്റെ സൗരഭ്യം പരത്തി തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയ ക്രിസ്തുവിനെ പ്രണയിച്ച ഒരു ഇറ്റാലിയൻ സുന്ദരിയെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. വാഴ്ത്തപ്പെട്ട കിയാര ബദാന ലൂച്ചി. കിയാര ജനിച്ചത് 1971 ഒക്ടോബർ 29 ഇറ്റലിയിലെ സെസാലോ എന്ന ഗ്രാമത്തിലാണ്. റുജോരയും മരിയ തെരേസയുമാണ് കിയാരയുടെ മാതാപിതാക്കൾ. റുജോരയ്ക്കും മരിയ തെരേസയ്ക്കും അവരുടെ വിവാഹശേഷം ഏകദേശം 10 വർഷത്തോളം അവർക്ക് മക്കളില്ലാതെ ഇരുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർ ഏറെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് പ്രതീക്ഷയോടെ ഇരുന്ന് അവർക്ക് ലഭിച്ച ഒരു കുഞ്ഞാണ്, ആദ്യത്തെ കുഞ്ഞാണ് നമ്മളിന്ന് കേൾക്കുന്ന വാഴ്ത്തപ്പെട്ട കിയാര ബദാന ലൂച്ചി. കിയാര ചെറുപ്രായത്തിൽ തന്നെ വളരെ ദൈവവിശ്വാസത്തിൽ ഒക്കെയാണ് വളർന്നു വന്നത്. സാധാരണ കുട്ടികളിൽ കാണുന്ന പോലെയുള്ള കുസൃതിത്തരങ്ങളോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും കിയാരയിൽ ഉണ്ടായിരുന്നില്ല. ആരും കണ്ടാൽ തനിക്ക് വേണമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞായിരുന്നു കിയാര. കിയാരയ്ക്ക് മറ്റുള്ളവരോടും എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി മാത്രമാണ് കിയാര ഇടപെട്ടിരുന്നത്. വളരെ ഒരു ശാന്ത പ്രകൃതക്കാരിയായിരുന്നു കിയാര. അതിനാൽ തന്നെ എല്ലാവർക്കും കിയാര വളരെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. ചെറുപ്പം മുതലേ അവൾ വിശ്വാസത്തിൽ വളർന്നു വന്നു. കുടുംബ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിലും എല്ലാം അവളുടെ അമ്മ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വളരെയേറെ ആഴപ്പെട്ടാണ് കിയാരയുടെ ആ ഒരു ബാല്യകാലം കടന്നു പോവുക. കിയാര തൻ്റെ യുവത്വത്തിൽ എത്തുമ്പോൾ അവൾക്ക് അത് പതിവ് പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ നല്ലൊരു സുഹൃത്ത് വലയം കിയാരയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല ബന്ധം നിലനിർത്തുവാനൊക്കെ ആയിട്ട് വളരെയധികം കിയാര ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്താണ് അവൾ ഒരു യുവജന പ്രസ്ഥാനം, ഒരു ക്രിസ്ത്യൻ യുവജന പ്രസ്ഥാനമായ ഫോക്ലാരെ മൂവ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. തുടർന്നുള്ള അവളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവളുടെ വിശ്വാസ ജീവിതത്തിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ ഒരു ഫോക്ലാരെ മൂവ്മെൻറ്റുമായിട്ടുള്ള അവളുടെ ആ ഒരു ബന്ധമാണ്. അതിൽ തന്നെ അവൾക്ക് നല്ലൊരു ശതമാനം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിലൂടെയാണ് അവൾക്ക് മുന്നോട്ടുള്ള തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരുവാനൊക്കെ ആയിട്ടും അതോടൊപ്പം അതിൽ നിലനിൽക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നത്. അവൾക്ക് വളരെയേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും സാധാരണ ഏതൊരു മാതാപിതാക്കൾക്കും ഈ ഒരു കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളെ കുറിച്ച് ഉണ്ടാകുന്ന തരത്തിലുള്ള ആശങ്കകൾ അവളെക്കുറിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും സുഹൃത്തുക്കളുമായിട്ട് അവൾ സമയം പങ്കുവയ്ക്കുമ്പോഴെല്ലാം ചിലപ്പോൾ താമസിച്ച് വീട്ടിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന കുടുംബങ്ങളിൽ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയാറുണ്ട്, നേരത്തെ വീട്ടിൽ എത്തണമെന്നുള്ള കാര്യം കിയാരയുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവൾ പലപ്പോഴും അവളുടെ പഠന സമയം കഴിഞ്ഞിട്ട് അവൾ വളരെ കാഷ്വലായിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നതായിരിക്കും. പക്ഷേ അതെല്ലാം അമ്മയുടെ ഉള്ളിൽ ആശങ്ക ഉളവാക്കുന്നുവെന്ന് മനസ്സിലാക്കി അവർ തമ്മിലൊരു ധാരണയിലെത്തുകയുണ്ടായി. അങ്ങനെ അമ്മ അവളോട് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അവരോട് സംസാരിച്ച് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ ഒരു സമയം അതിനുള്ളിൽ നീ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് മകളുമായിട്ടൊരു ധാരണയിലെത്തുന്നു. അങ്ങനെ അത് രണ്ടുപേർക്കും അംഗീകരിക്കാവുന്ന ഒരു ഡീലായതുകൊണ്ട് പിന്നെ തുടർന്ന് ഇതിനെക്കുറിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്രകാരം തന്നെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അവൾ വീട്ടിലെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള തൻ്റെ റിലേഷൻഷിപ്പെല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കിയാര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കിയാര ഇതോടൊപ്പം തന്നെ മറ്റ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും സ്പോർട്സിലുമെല്ലാം ഒരുപോലെ മിടുക്കിയായിരുന്നു. അതിനാൽ തന്നെ കിയാരയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പ്രശസ്തിയൊക്കെ വളരെ ഏറെയായിരുന്നു. ഒത്തിരി പേര് കിയാരയുടെ ആ ഒരു സ്വഭാവ രീതിയിൽ ആകർഷകരായി ഒത്തിരി പേര് അവൾക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോക്ലാരെ മൂവ്മെൻറ്റുമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ അമ്മ പലപ്പോഴും ഇവളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ നീ അവരോടെല്ലാം ഈശോയെക്കുറിച്ച് പറയാറുണ്ടോ എന്ന് ഒരിക്കൽ അമ്മ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ ഈശോയെക്കുറിച്ച് അവരോട് പറയുകയല്ല, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് അവർക്ക് ഈശോയെ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ
അവൾക്ക് ആ ഒരു ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതായത് താൻ നമ്മളുടെ ഒരു സംഭാഷണം കൊണ്ട് ഒരിക്കലും ഈ പ്രായക്കാരെ ഈശോയിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ആരും ഈശോയിലേക്ക് ആകർഷകരാവില്ല, അല്ലെങ്കിൽ ഈശോയെ നൽകാനായിട്ട് സാധിക്കില്ല. പകരം അവളുടെ പെരുമാറ്റം കൊണ്ട് തന്നെ, അവളുടെ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് തന്നെ ഈശോയെ അവർക്ക് നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്യാരയ്ക്ക് സാധിക്കുന്നത്. ക്യാര വളരെ സുശീലയും ശാന്തപ്രകൃതിക്കാരിയുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സേവിക്കാനായിട്ട് ക്യാരയ്ക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരയുടെ ഒഴിവ് സമയങ്ങളെല്ലാം ക്യാര ചെലവഴിച്ചിരുന്നത് അവരുടെ ഇടയിൽ ചെന്ന്, പാവങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വൃദ്ധസദനങ്ങളൊക്കെ ക്യാര പോയി സന്ദർശിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു കാൻഡിദ എന്ന് പേരായ ഒരു വ്യക്തി ഇങ്ങനെ വളരെ നിരാശയോടെ വിഷമിച്ചിരിക്കുന്നത് ക്യാര ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തി അങ്ങനെ ഇരിക്കുന്ന കണ്ട അവളോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ്, കാരണം എന്താണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ കാൻഡിദ പറയും, ഞാനിവിടെ അലക്കിയിടുന്ന വസ്ത്രങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല, അത് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വസ്ത്രങ്ങളേ ഉള്ളൂ, പക്ഷേ അത് ഇങ്ങനെ ഇവിടെ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആ കാരണത്താലാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അവളോട് കാൻഡിദ പറയും. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ക്യാര ചെയ്യുന്നത് ഇപ്രകാരമാണ്. അന്ന് മുതൽ അവൾ അവിടെ ചെന്ന് കാൻഡിദയുടെ അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ അവൾ ക്യാര അലക്കി ഉണക്കി തിരിച്ചു കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് ക്യാര ഇതിനൊരു പ്രതിവിധി കണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ ക്യാര പ്രത്യേകം മറ്റുള്ളവരുടെ കാര്യങ്ങൾ, നീഡ്സ് അറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ക്യാര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരു സംഭവം ഇങ്ങനെയാണ് പറയുക. റോബർട്ട എന്ന് പറയുന്ന ഒരു കുട്ടി, അവളുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയാണ്. അപ്പോൾ അവളുടെ വിഷമം, ഇതുപോലെ ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആ കുട്ടിയുടെ വിഷമം കണ്ട് തന്നോടൊപ്പം അവൾക്ക് സപ്പോർട്ടിന് ആരും ഇല്ലെന്ന് മനസ്സിലാക്കി ക്യാര റോബർട്ടയെ പിന്നീട് അവളുടെ സ്വന്തം വീട്ടിലേക്ക്, ക്യാരയുടെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ്. അന്നത്തെ ദിവസം റോബർട്ടയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ദിവസം അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, ഇന്ന് ഈശോയാണ് വീട്ടിൽ വരുന്നത്, അതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്ന്. അങ്ങനെ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവരെ അവരെ ആ വ്യക്തിയായിട്ടല്ല, പകരം ഈശോയെ സ്വീകരിക്കുന്ന രീതിയിലാണ് ക്യാര കണ്ടിരുന്നത്. അത്രയേറെ തൻ്റെ ആ ചെറുപ്രായത്തിലും മറ്റുള്ളവരെ ഏറെ ബഹുമാനത്തോടെ കാണുവാനായിട്ട്, ഈശോയെ പോലെ സ്വീകരിക്കാനായിട്ട് അവൾ പരിശ്രമിച്ചിരുന്നു. ആയിരത്തി 1985 ക്യാരയ്ക്കും കുടുംബത്തിനും അവളുടെ ഉപരിപഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് സെസാലോയിൽ നിന്ന് സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നു. അങ്ങനെ ക്യാര പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു. പക്ഷേ അവിടെ ഈ സ്ഥലത്ത് തൻ്റെ ഉപരിപഠനം നടത്തുന്ന സമയത്ത് അവൾക്ക് എല്ലാ വിഷയങ്ങളിലും അവൾ ജയിച്ചെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം അവൾക്ക് അതുപോലെ വിചാരിച്ച പോലെ അവൾക്ക് വിജയിക്കാനായില്ല. അപ്പോൾ അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ വളരെ അസൂയയോടെയാണ് ഇവളെ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇവളെ തോൽപ്പിച്ചത്. അപ്പോൾ ബാക്കി എല്ലാ വിഷയത്തിനും ജയിച്ചെങ്കിലും ഇതിൽ തോറ്റുപോയത് അവൾക്ക് വളരെയേറെ ദുഃഖമുളവാക്കി. അതിൽ നിന്ന് അവൾക്ക് റിക്കവർ ചെയ്ത് വരാനായിട്ടൊക്കെ കുറച്ച് സമയമെടുത്തു. പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് ഈശോയിൽ നിന്ന് തനിക്ക് ഉണ്ടായ ഒരു വേദന അവൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അവൾ ഇപ്രകാരം തൻ്റെ കൂട്ടുകാരി ഒരിക്കൽ ഇപ്രകാരം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെയാണ് പറയുക, അതായത് പരിത്യക്തനായ യേശുവാണ് എനിക്ക് ഈ അവസരം നൽകുന്നതെന്ന്. നമ്മൾ നേരത്തെ കണ്ടു അവൾ ഫോക്കുലാറെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന്. ഫോക്കുലാറെ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് പരിത്യക്തനായ യേശുവാണ്. അപ്പം ഈ ഒരു വിഷയം അവളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പരിത്യക്തനായ യേശുവിനെ അവൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏത് ദുഃഖമുളവാക്കുന്ന സാഹചര്യത്തിലും അവൾ വളരെ ഈശോയിൽ നിന്ന് തനിക്കുണ്ടാകുന്ന വേദനകളൊക്കെ സന്തോഷപൂർവ്വം അവൾ സ്വീകരിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു വിഷയത്തിൽ അവൾ തോറ്റുപോയെങ്കിലും പിന്നീട് അവൾ രണ്ടാമത് ട്രൈ ചെയ്തു, വീണ്ടും എഴുതി, അതോടെ അവൾ ആ വിഷയത്തിൽ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദുഃഖം പിന്നീട് അത് അവൾക്ക് നന്മയായി പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
1988 ക്യാരയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു സംഭവം നടക്കുന്നത്. അവൾ ഒരിക്കൽ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ തോളിൽ പെട്ടെന്നൊരു വേദന വരുന്നുണ്ട്. ആദ്യം അവൾ അത് കാര്യമാക്കിയില്ല, സാധാരണ വേദന എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി. പക്ഷേ പിന്നീട് അത് നിൽക്കാതെ അത് കുറച്ചുകൂടി തീവ്രമാകുന്നത് കണ്ട് പിന്നീട് അവളെ ആശുപത്രിയിൽ കാണിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവൾ നിരവധി ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അതിൽ ആണ് പിന്നീട് കണ്ടെത്തുന്നത് അത് അവൾക്ക് ബോൺ ക്യാൻസർ ആണെന്നുള്ളത്. പക്ഷേ അത് അറിഞ്ഞെങ്കിലും മാതാപിതാക്കൾ അവളെ അറിയിച്ചില്ല. ആദ്യം തുടക്കത്തിൽ അത് അറിയിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ കരുതി. കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കിയാര വളരെയേറെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവളെ ഇത് അറിയിക്കാതെ തന്നെ മാതാപിതാക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ അവൾക്ക് തോന്നിയിരുന്നു. പിന്നീട് അവൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുക അവൾ അടുത്ത ഒരു ലെവൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കീമോ എടുക്കാനായി ആശുപത്രിയിൽ മറ്റൊരു സന്ദർഭത്തിൽ അവൾ പോകുമ്പോഴാണ്. അതിനു മുമ്പ് ഇവളുടെ ഈയൊരു ബോൺ ക്യാൻസർ ആണെന്നുള്ള കണ്ടെത്തുന്ന ആ ഒരു ദിവസം റിസൾട്ട് വന്ന് അറിഞ്ഞ ദിവസം അവൾക്ക് ഏതാണ്ടൊരു സൂചന കിട്ടി. അവൾക്ക് തോന്നിയിരുന്നു മനസ്സിൽ. പക്ഷേ അവൾ അവിടെ നിന്ന് നിരാശപ്പെട്ട് നിൽക്കാതെ അവൾക്ക് അന്നത്തെ അതേ ദിവസം തന്നെ അവൾക്ക് മറ്റൊരു മീറ്റിങ്ങിന് ഫോക്ലോറെ മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു മീറ്റിങ്ങിനായിട്ട് അവൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അന്നൊരു ചെറിയൊരു സംഭവം നടക്കുന്നത് എങ്ങനെയാണ്, അവൾക്ക് ആശുപത്രിയിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം 7 മിനിറ്റിനുള്ളിൽ ട്രെയിൻ എടുക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് അവിടെ എത്തണം. അങ്ങനെ ആ സമയം അവൾ ഈശോ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, എനിക്ക് അറിയില്ല, ഞാൻ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് 7 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കണം, എന്നെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് അവൾ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയും അവൾ പിന്നെ പറയുന്നത് ഞാൻ പറക്കുകയായിരുന്നു എന്നാണ്. അതിനെ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈശോ വളരെ സ്പീഡിൽ അവളെ അവിടെ എത്തിക്കുകയും അവൾക്ക് അതിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവളുടെ കീമോയ്ക്കുള്ള ഡേറ്റ് കിട്ടുന്നതും അവൾ അവിടെ കടന്നു ചെല്ലുന്നു. അപ്പോൾ കീമോയ്ക്ക് ആ ആശുപത്രിയിൽ കടന്നു ചെല്ലുമ്പോൾ അവൾ മറ്റുള്ളവരെ കാണുന്നുണ്ട്. കീമോ എടുത്ത് മുടി കൊഴിഞ്ഞ് കിടക്കുന്ന മറ്റു പലരെയും അവൾ ആശുപത്രിയിൽ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോൾ അവൾക്ക് ബോധ്യമാകും തനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം. അത് അവളെ വളരെയേറെ വിഷമിപ്പിച്ചു. എന്നിരുന്നാൽ തന്നെയും അവിടെ ആ കൂടെ ഉണ്ടായിരുന്നവൾ അവൾക്ക് നല്ല ദുഃഖമുണ്ട്, ആഴമായ ദുഃഖമുണ്ട്. എന്നാൽ പോലും അവിടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് രോഗികളെയൊക്കെ കാണാനും അതിലൊരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു നല്ല ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ അവൾ കണ്ടെത്തുന്നുണ്ട് അവിടെ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ പറയാം, അവൾ ഈ കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് പിന്നീടുള്ള സമയമെല്ലാം അവളുടെ കൂടെ ആശുപത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി അവളോടുള്ള കൂടെ സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ടാണ് അവൾ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട് ഇവളുടെ അടുത്ത് വിശ്രമിക്കാനായിട്ട്. കിയാര വന്ന് വിശ്രമിക്കാൻ എന്ന് പറയുമ്പോൾ കിയാര പറയുന്നത്, എനിക്ക് വിശ്രമിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കൊണ്ട് അവൾക്കപ്പോൾ ഏതാണ്ട് അവളുടെ മനസ്സിനെ അവൾ പിന്നീടുള്ള മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ഒരുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൾക്ക് എന്ത് വേദന വന്നാൽ പോലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി അവൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ആ ഒരു കീമോ കഴിഞ്ഞ് തലയിൽ എന്തോ ഒരു പച്ച നിറത്തിലുള്ള എന്തോ ദ്രാവങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നിരുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അവൾ പുറത്തിറങ്ങി വരികയാണ് കീമോ എല്ലാം കഴിഞ്ഞ്. അങ്ങനെ അമ്മ അവളെ കാണുമ്പോൾ അവളോട് എന്തോ സംസാരിക്കാനായിട്ട് അവളോട് പറയാനായിട്ട് തുടങ്ങുമ്പോൾ അവൾ വളരെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്നോട് സംസാരിക്കരുത്, എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവൾ പോയി പുറത്ത് സോഫയിൽ തല കുമ്പിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ അവളുടെ അടുത്ത് അമ്മ രണ്ടാമതും സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോഴും അവൾ ഇത് തന്നെയാണ് അവൾ പറയുക, അമ്മ ഇപ്പോൾ എന്നോടൊന്നും സംസാരിക്കില്ല, എനിക്ക് സമയം താന്ന് പറഞ്ഞ് അവൾ കുറച്ച് നേരം അവിടെ കുമ്പിട്ട് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കുറച്ച് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇപ്പോൾ അവൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സഹായം അവൾക്ക് കുറച്ച് നേരം അവൾക്ക് അവളെ സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളതാണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് അമ്മ കുറച്ച് നേരം മാറി നിൽക്കുകയാണ്. മോൾക്ക് ആ ഒരു സത്യം സ്വന്തമായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനൊക്കെ ആയിട്ട് അമ്മ അവൾക്ക് അതിനുള്ളൊരു സ്പേസ് അമ്മ പിന്നെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ കുറച്ച് നേരം കമന്നിടുന്നു. അവൾ അത് പ്രാർത്ഥിക്കുകയായിരുന്നു ഇരിക്കണം. അവൾ അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു.
ചിരിച്ചുകൊണ്ട് തന്നെ അവൾ വന്നു. ഞാൻ പരിത്യക്തനായ ഈശോ എനിക്ക് മറ്റൊരു അവസരം കൂടി തന്നിരിക്കുന്നുള്ളൊരു സന്തോഷത്തോടു കൂടി അവൾ ആ ഒരു സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം ഈശോയ്ക്ക് നൽകിക്കൊണ്ട് തന്നെ തൻ്റെ ആ ഒരു രോഗത്തെ അവൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അവളുടെ രോഗത്തെ ഈശോയുടെ കയ്യിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾ പറയുന്നുണ്ട്, ഈശോയെ, ഇത് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഞാനിത് അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നുവെന്ന്. അവളുടെ ഒരു മൃതസംസ്കാര ചടങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വിവാഹത്തിന് ഒരു വധു അല്ലെങ്കിൽ വരൻ എങ്ങനെയാണ് ഒരുക്കങ്ങൾ ചെയ്യുക, അതുപോലെയായിരുന്നു അവൾ തൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയതും മൃതസംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുക്കങ്ങൾ ചെയ്തതും. അവളെല്ലാം വളരെ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അവളിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മൃതസംസ്കാര സമയത്ത് ആരും കരയരുതെന്ന്. അത് അവൾക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ആരെങ്കിലും കരയുന്നവർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ സംസ്കാര ചടങ്ങിൽ ആരും പങ്കെടുക്കരുതെന്നുള്ള നിർബന്ധവും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അവൾ പ്രത്യേകമാവിധം എല്ലാ കാര്യങ്ങളും, മൃതസംസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ മുൻകൂട്ടി തന്നെ എല്ലാവരോടും പറഞ്ഞു വെച്ചിരുന്നു. മാതാപിതാക്കളോടും. അവളുടെ കൂട്ടുകാരിയാണ് ചീക്ക. അവളുടെ കൗമാര പ്രായത്തിൽ ചെറുപ്പം മുതൽ തന്നെ അവളുടെ കൂടെ ഒരു വളരെ അടുത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു. കളിക്കാനും പഠിക്കാനും അതോടൊപ്പം മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴെല്ലാം ചീക്ക അവളുടെ ആത്മസുഹൃത്തായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇവരോടെല്ലാം അവളുടെ ആഗ്രഹങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുകയും ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അവൾ വളരെയേറെ ഒരുക്കത്തോടു കൂടി തൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അവൾ ഫോക്ലോറെ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകയായ ക്യാര ലുബാക്ക്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധയുടെ ക്യാരയുടെ അതേ പേര് തന്നെയാണ് ഇവളുടെ ഭാഗമായിരുന്ന ഫോക്ലോറെ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകയുടെയും പേര്. അപ്പോൾ ക്യാര ലുബാക്കിൻ്റെ പുസ്തകം ബൈബിള് കഴിഞ്ഞാൽ ക്യാര ഏറ്റവും അധികം വായിച്ചിരുന്ന പുസ്തകമാണ് ക്യാര ലുബാക്കിൻ്റെ പുസ്തകം. ക്യാര ലുബാക്കിൻ്റെ പുസ്തകം അവൾ വായിച്ചു തുടങ്ങി. പിന്നീട് തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, ഞാൻ സ്വർഗത്തിൽ പോയ ആരെയായിരിക്കും ആദ്യം കാണുന്നത്, വല്യമ്മയാണോ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, ആദ്യം കാണുന്നത് പരിശുദ്ധ കന്യാമറിയത്തെ ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞ് അമ്മ പറയുമ്പോൾ അവൾ പറയും, ഇനിയൊന്നും പറയണ്ട, എനിക്ക് അവിടെ ചെന്ന് ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സന്തോഷം പിന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്നും പറയണ്ട, ബാക്കി ഞാൻ ഇനി അവിടെ ചെന്നിട്ട് കണ്ടോളാം എന്നുള്ള രീതിയിൽ അവൾ തൻ്റെ മനസ്സിനെ സ്വർഗത്തിലേക്കുള്ള തൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവൾ വളരെ സന്തോഷപൂർവ്വം പ്രിപ്പയർ ചെയ്തു. അവളുടെ ആ ദിവസങ്ങളിൽ അവളെ കാണാൻ വന്ന, ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ വന്ന സുഹൃത്തുക്കളോടെല്ലാം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര പറഞ്ഞത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലേ അവൾക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എങ്കിൽ പോലും അവരോടെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ അവൾ യാത്ര പറഞ്ഞു. അവളുടെ മരണ ദിവസം 1990 ഒക്ടോബർ 20 അന്ന് അവളുടെ അപ്പനും അമ്മയും അവളുടെ വശത്തുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ മരിക്കുന്ന സമയം എന്നെ സ്നേഹിക്കുന്നവരുടെ ഒപ്പം നിന്നുകൊണ്ട് വേണം എനിക്ക് മരിക്കാനെന്ന്. അപ്പോൾ അവളുടെ ആ മരണ ദിവസം അവളുടെ അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു, ചീക്ക കൂടെ ഉണ്ടായിരുന്നു, അവളുടെ ആത്മസുഹൃത്ത്. അപ്പോൾ അവർ അരികിലുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അപ്പനോട് യാത്ര പറയുകയാണ്. അപ്പനോട് പറയും, അപ്പോൾ കരയരുത്, കാര്യം ഞാനും കരയുന്നില്ല, ഞാൻ സന്തോഷവതിയാണ്, ഞാനും കരയുന്നില്ല, നിങ്ങളും കരയരുത്, ഗുഡ് ബൈ പറഞ്ഞ് അവൾ വളരെ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. 2010 ചീക്കയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുക. ചീക്കയുടെ മരണ ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് അവളുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയത്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിലും വളരെ തീക്ഷ്ണതയോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത ഒരു കുഞ്ഞ് മാലാഖയാണ് വിശുദ്ധ വാഴ്ത്തപ്പെട്ട ക്യാര ബദാനോ ലൂച്ചെ. ക്യാരയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാക്കാം. ഇന്നത്തെ ലോകത്തിൽ വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ക്രിസ്തുവിൻ്റെ പരിമളമാകുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ പ്രകാശം കൊടുക്കുവാനായിട്ട് ക്യാരയുടെ ജീവിതം നമുക്കും മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന സഹനങ്ങൾ, പലപ്പോഴും നമ്മൾ സഹനങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോഴെല്ലാം ദൈവത്തെ കുറ്റപ്പെടുത്താനും
എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എപ്പോഴും ദുഃഖിച്ചിരിക്കുവാനായിട്ടാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കാറുള്ളത്. പക്ഷേ ക്യാരയെ പോലെ അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് പരിത്യക്തനായ യേശുവിനോട് ഒപ്പം സ്വയം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കാനും സ്വർഗോന്മുഖരായി ജീവിക്കുവാനായിട്ടും നമ്മൾക്കും പരിശ്രമിക്കാം.